വെൽക്കം ടു ഡേ 4. ഇന്നലെ നമ്മുടെ ഡേ 3 ആയിരുന്നു. ഇന്നലെ ഞാൻ ഓൺ വോയിസ് കൊടുത്തപ്പം ഡേ 4 എന്നാണ് പറഞ്ഞത്. ഇന്നലെ നമ്മുടെ ഡേ 3 ആയിരുന്നു, നമ്മുടെ ഡേ 4 ആണ്. ഇപ്പോൾ പെൻഡിങ് ഉള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് ബൈസപ്സ് ആണ്. നമുക്ക് ബൈസപ്സ് ചെയ്യാം. നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന് പ്രൈമറി മസിൽ ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡറി മസിൽ ഗ്രൂപ്പ് ഉണ്ട്. അതായത് നമ്മളിപ്പം ബാക്ക് വർക്കൗട്ട് ആണ്, ലാറ്റ് പുൾ ഡൗൺ ആണ് ചെയ്യുന്നതെന്ന് വരികയിൽ അതിൻ്റെ പ്രൈമറി മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബാക്കും, സെക്കൻഡറി എന്ന് പറയുന്നത് ബൈസപ്സ് ആണ്. അതുപോലെ തന്നെ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ പ്രൈമറി മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചെസ്റ്റും, സെക്കൻഡറി എന്ന് പറയുന്നത് ട്രൈസപ്സും ആണ്. അപ്പോൾ നമ്മളിപ്പം മിക്സ് വർക്കൗട്ടിൻ്റെ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ബൈസപ്സ് ആണ് പെൻഡിങ് ഉള്ളതുകൊണ്ടും നമ്മൾ ആദ്യം ബാക്ക് ചെയ്യും, എന്നിട്ട് ബൈസപ്സ് ചെയ്യും. ഇപ്പോൾ ഏകദേശം 16 മിനിറ്റ്സ് ആയി ഇന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകും. ഇന്ന് നമ്മുടെ 4th ഡേ ആണ്. പക്ഷേ സെക്കൻഡ് ഡേയിലെ പോലെ അല്ല ഇന്നത്തെ നമ്മുടെ എൻ്റെ ഒരു ഫീല്. എനിക്കിന്ന് നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും എനർജി ഫീൽ ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് ഇപ്പോഴേ നമ്മുടെ 4-മത്തെയോ 5-മത്തെയോ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ ഹെവി വെയിറ്റ്സ് ഇട്ട് ട്രൈ ചെയ്യരുത്. ഈ എനർജി നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു 1 മന്ത് 2 മന്തിനൊക്കെ ശേഷം മാത്രം നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വെയിറ്റ് കൂട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡേ ഒന്നും ഒരു സ്ട്രെങ്ത് ഇല്ല, സെക്കൻഡ് ഡേ ഡെഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് 4th ഡേ ആയപ്പം എനിക്ക് ഇച്ചിരി എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുപോലെ പുള്ളിയില്ലേ, ഈ പുള്ളീസിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിടുക. അതിനുശേഷം ഇതുപോലെ ഡ്രോപ്പ് ബെഞ്ച് ഒരു 40 സൈസിൽ ഇടുക, 40 ഡിഗ്രി. ഓക്കെ, പക്ഷേ നമ്മൾ ഗ്ലൂട്ട്സ് ബാക്ക് ആക്കിക്കൊണ്ട് ചെസ്റ്റ് ക്ലോസ് ആക്കി വെച്ചിട്ട് ഇതേ തന്നെ ഹോൾഡ് ചെയ്യുക. ബോഡി നമ്മുടെ മൂവ്മെൻറ്റ് ഉണ്ടാകരുത്. എന്നിട്ട് ഇത് പുള്ള് ചെയ്യുക. സോ വേറെ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാകരുത്. ഈ സെയിം മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവും. ബോഡി നമ്മുടെ മൂവ് ആകരുത്. സോ ബാക്കിൻ്റെ ദിവസം ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നമ്മുടെ ഫോർ ആംസിന്, ബാക്കിന്, ഷോൾഡറിന് എല്ലാത്തിനും നല്ല സ്ട്രെങ്തനിങ് കിട്ടും. നമ്മുടെ ബാക്ക് കുറച്ചുകൂടെ വൈഡ് ആവും. ഒരു 20 റെപ്സ് ശേഷം ഗ്ലൂട്ട്സ് ബാക്കിലേക്ക് വെച്ചിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബെഞ്ചിലോട്ട് ചേർന്ന് തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ ബോഡി പിന്നീട് മൂവ് ചെയ്യത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ ഈ പുള്ളി ഏറ്റവും താഴെ ഇടുക. ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും താഴെ ലോക്കാക്കി 40 LB. നമുക്ക് വേണ്ടിയ വർക്കൗട്ട് ചെയ്യാൻ നമ്മുടെ ജിമ്മിൽ എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്ന് വരികിൽ നമ്മൾ തന്നെ എക്യുപ്മെൻറ്റ്സ് അങ്ങ് ക്രിയേറ്റ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചെസ്റ്റ് എപ്പോഴും അപ്പായിരിക്കണം, ചെസ്റ്റ് ഡൗൺ ആയി പോകരുത്. ഒരു ലെഗ് ഈ ബെഞ്ച് വെച്ചാൽ മതി. പിന്നെ എൻ്റെ കൈയുടെ ആംഗിൾ പോകുന്നത് ഇത് ഫുൾ അങ്ങ് വിടുക, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ഇങ്ങനെ. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഈ രീതിയിൽ നമ്മുടെ വയറിൻ്റെ അവിടെ വരെ കൊണ്ടുപോകണം. വീണ്ടും ഞാൻ വെയിറ്റ് കുറച്ചിട്ട് 20 റെപ്സ്. ഇത് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുള്ളി വീണ്ടും അപ്പാക്കി ഏറ്റവും ടോപ്പിൽ. അതിനുശേഷം നമ്മളൊരു 40 LB ഇട്ടും ഈ രീതിയിൽ ഹോൾഡ് ചെയ്യുക. ദെൻ പുള്ളി സ്ട്രെച്ച് ടു ബാക്ക്. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുനിഞ്ഞിരിക്കണം, ഇങ്ങനെ ബെൻഡായിട്ടിരിക്കരുത്, നേരെ തന്നെ ഇരിക്കുക. ബാക്കിൽ കൊണ്ടുവന്നൊന്ന് സ്ക്യൂസ് ചെയ്യുക 2 സെക്കൻഡ്, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ മേളിൽ വരെ. വീണ്ടും അങ്ങനെ തന്നെ നോക്കേ. അതൊരു 3 സെറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം അങ്ങനെ തന്നെ റോപ്പ് പിടിക്കുക. അത് ഈ പൊസിഷനിൽ കാണിക്കുക. എന്നിട്ട് ചെസ്റ്റിൻ്റെ അവിടെ, ചെസ്റ്റിൻ്റെ അടക്കി ചെയ്യുമ്പോഴും നമ്മൾ ബാക്ക് വേണം നല്ലപോലെ സ്ക്യൂസ് ആക്കാൻ. സോ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ കിട്ടാൻ വേണ്ടി ഇച്ചിരി ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കുക. പക്ഷേ ഇത് നമ്മുടെ കൈ അങ്ങ് എൻഡ് വരെ എത്തണം. അതുപോലെ തന്നെ ഇവിടെ വന്ന് സ്ക്യൂസ് ചെയ്യണം. ശരിക്കും ഈ റോപ്പ് ഫേസിൻ്റെ അവിടേക്ക് ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പം കറക്റ്റായിട്ട് ബാക്ക് സ്ക്യൂസ് ആവും. ഇന്ന് ബാക്ക് ഈ 3 വർക്കൗട്ടേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഇനി ബൈസപ്സ് ചെയ്യാൻ പോകണം. ബൈസപ്സ് ചെയ്യുമ്പം നമുക്ക് ആദ്യം ഡംബിൾസ് തുടങ്ങാം. ഇതിൻ്റെ ഹാമർക്കേളാണ്, ഡംബൽ വെച്ചിട്ട് 10 LB എടുത്തിരുന്നത്. സോ ഇതിനകത്ത് മിസ്റ്റേക്സ് പറയാം. മിസ്റ്റേക്സ് സാധാരണ രീതിയിൽ ഇങ്ങനെ പോയിട്ട് തിരിക്കുന്നവരുണ്ട്. ഹാമർക്കേൾ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ തിരിക്കും. അത് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തിരിക്കുന്നത്. നിങ്ങൾ പക്ഷേ ഒരു 50 LB 60 LB ഒക്കെ എടുത്തിട്ട് ഹാമർക്കേൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തിരിക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ല. നോർമലി ഹാമർക്കേൾ. സോ നോർമലി ഇങ്ങനെ വിളിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ് ഒരിക്കലും ബാക്കിലോട്ട് ഇങ്ങനെ പോകുന്നത്. കൈ സ്റ്റഡി പൊസിഷനിലായിരിക്കും. അതുപോലെ തന്നെ ചെസ്റ്റ് നേരെ, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ. ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും, പക്ഷേ ബിഗിനേഴ്സ്, ഇയേഴ്സിന് ശേഷം വരുന്നവർ, അങ്ങനെയൊക്കെയുള്ളവർ ലൈറ്റ് വെയിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. 20 റെപ്സ് 3 സെറ്റ്സ്. മെഷീനിൽ ബൈസെപ്സിൽ 2 വർക്കൗട്ട് ഉണ്ട്. സോ ഇത് നമ്മൾ ഏറ്റവും താഴെ കൊണ്ടുപോകാം. 40 LB സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, ചെസ്റ്റ് അപ്പ് ആക്കുക. ഈ മോഷനിൽ, ഈ ഒരു പൊസിഷനിൽ ഈ റോപ്പ് പിടിക്കാം. തമ്പ് ഔട്ട് സൈഡ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ, അല്ല റോങ് ആയിട്ട് പിടിക്കരുത്. നമുക്ക് റിസ്റ്റിന് പെയിൻ ഉണ്ടാവും. ഈ ഒരു പൊസിഷൻ നിൽക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രീത്ത് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ
നോട്ടം നേരെ ആയിരിക്കണം. കോൺസെൻട്രേറ്റഡ് ഓൺ ബൈസെപ്സ്. പിന്നെ ഈ കൈയുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാൻ പാടില്ല, സ്ട്രൈറ്റ് ആണ്. ചെസ്റ്റ് എപ്പോഴും നേരെ. ലാസ്റ്റിലത്തെ സെറ്റ് മാത്രം 40 ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ 50 LB ഇട്ടിട്ട് ഒരു 10 to 15 റെപ്സ് ചെയ്താവും. ബൈസെപ്സിന്റെ സെക്കൻഡ് വർക്കൗട്ടാണ്, സെയിം തന്നെ ആ മെഷീനിൽ തന്നെ. സോ ഇട്ടാൽ നമ്മൾ ഇതാണ് ഇട്ടായിരുന്നത്, സ്ട്രൈറ്റ് പൊസിഷൻ. ഓക്കെ, ലൈറ്റ് വെയിറ്റ്. ഈ ലെവലിൽ വേണം നമ്മുടെ മെഷീനുമായിട്ട് നമ്മുടെ കൈ നിൽക്കുക ഇങ്ങനെ. എന്നിട്ട് ഒരല്പം ബെൻഡാവും. ഓക്കെ, മെറ്റീരിയൽ പൊസിഷൻ. കൈക്ക് വേറെ ഒരു ചേഞ്ചസും ഉണ്ടാവരുത്, എന്ന് വെച്ചാൽ ഇങ്ങനെ ഷെയ്ക്കോ ഒന്നും ആവരുത്. ഈ ഒരു പൊസിഷനിൽ തന്നെ കൈ നിൽക്കണം. പക്ഷെ ബോഡി ചെറുതായിട്ട് ബെൻഡാവും, നമുക്ക് ഒരു ഫുൾ റേഞ്ച് ഓഫ് മോഷൻ കിട്ടും. കണ്ടോ, ഇത് ബൈസെപ്സിനും സൈസ് വെക്കും. പക്ഷേ ഈ കൈയുടെ ഇത് അതിന് ശേഷം ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും. സ്ട്രൈറ്റ്, ഈ ബെൻഡ്. നിങ്ങൾക്ക് ഒരു സെറ്റ് Z ബാറേ ചെയ്യാം. പക്ഷേ ഞാൻ അടുത്തത് ഒരു മെഷീനിലാണ് ചെയ്യുന്നത്. ഇതൊരുവിധം എല്ലാ ജിമ്മിലും ഉണ്ട്, ബൈസെപ്സ് കാർഡ് മെഷീനാണ്. പക്ഷേ ചില ജിമ്മിലൊക്കെ ഒരുപാട് വെറൈറ്റി മെഷീൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ നമ്മൾ മെഷീനിൽ വന്നിരിക്കുമ്പം ഏതാണോ നമ്മുടെ കംഫോർട്ട് പൊസിഷൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ തോന്നുന്നത് അതിൽ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ചെയ്യാവും. അത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഒന്നും ചെയ്തില്ല, നേരെ ഒരു മെഷീനിൽ പോയി നിൽക്കും. മുമ്പ് ചെയ്തവർ അതേ സീറ്റ് പൊസിഷൻ വെച്ചിട്ട് ചെയ്യും. അതല്ല നമ്മുടെ ഹൈറ്റ്, അതല്ല നമ്മുടെ കംഫോർട്ട്, അങ്ങനെ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ പോർഷനല്ലേ, ഈ പോർഷൻ ഫുള്ളി ഇവിടെ ടച്ച് ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ബൈസെപ്സ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ടീഷർട്ട് പോകുന്നു. ഓക്കെ, ഈ ഒരു പൊസിഷൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊരു ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഗ്ലൂട്ട്സ് ബാക്ക് ആയിരിക്കും, ഒരിക്കലും തന്നെ ഇങ്ങനെ ഇരിക്കില്ല, വളഞ്ഞു ഈ ഒരു പൊസിഷൻ കിട്ടാം. സോ അപ്പം അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാളെ നമുക്ക് കുറച്ച് ഹോം വർക്കൗട്ട്സ് നോക്കാം. അതായത് നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ബോഡി വെച്ചിട്ട് തന്നെ മെഷീൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് നമുക്ക് നാളെ നോക്കാം. അപ്പം